താൻ കൊന്നവരുടെ ശരീരഭാഗങ്ങൾ ഉപയോഗിച്ച് വിചിത്രമായ വസ്തുക്കൾ ഉണ്ടാക്കിയതിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1906 അമേരിക്കയിൽ ജീവിച്ചു വരികയായിരുന്നു എഡ്ഗി. ചെറുപ്പത്തിൽ തന്നെ ഭയങ്കരമായി ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു എഡ്ഗി. കാരണം അവന്റെ അമ്മ തന്നെയായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവൻ സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നതോ സമൂഹത്തിൽ ഇടപെടുന്നതോ ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഒറ്റപ്പെട്ടാണ് അവൻ ജീവിച്ചു വന്നത്. 1945 അവന്റെ അമ്മ മരിച്ചതോടെ അവൻ കൂടുതൽ ഒറ്റപ്പെടുകയാണ്. വർഷങ്ങളോളം ഒരു സാധാരണ കർഷകനായി ജീവിക്കുകയാണെന്നാണ് അവിടുത്തെ നാട്ടുകാർ അവനെ കുറിച്ച് കരുതിയത്. എന്നാൽ 1957 ഒരു ഷോപ്പ് ഓണറിനെ കാണാതാവുകയാണ്. ഇതിനെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങി എഡ്ഗിന്റെ വീട്ടിലെത്തി. പുറത്തുനിന്ന് നോക്കിയപ്പോൾ ആ വീട് അവർക്ക് സാധാരണ വീട് പോലെയാണ് തോന്നിയത്. പക്ഷേ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അവരവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. അവരവിടെ കണ്ട കാഴ്ച മനുഷ്യന്റെ തലയോട്ടികളും എല്ലുകളും പിന്നെ പീൽ ചെയ്ത സ്കിന്നും പിന്നെ ഹ്യൂമൻ ഓർഗൻസുമായിരുന്നു. ഇതിനുശേഷം പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ മെന്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ട് കോടതി അവനെ ശിക്ഷിക്കാതെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. അവൻ പീൽ ചെയ്തെടുത്ത ഹ്യൂമൻ സ്കിന്നെ ഒരു പുതപ്പായി ഉപയോഗിച്ച് അവൻ അതിനുള്ളിൽ കിടന്നുറങ്ങുമായിരുന്നു എന്നും ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്. പിന്നീടുള്ള അമേരിക്കൻ സൈക്കോളജിക്ക് ഈ എഡ്ഗിന് ഒരു ഇൻസ്പിറേഷൻ ആയെന്നാണ് പല മാധ്യമങ്ങളും പറയുന്നത്. സോ ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.